കേരളത്തിന്റെ മനം കവർന്ന UDF സർക്കാരിന്റെ പദ്ധതിയാണ് പ്രിയദർശിനി സൗജന്യ യാത്ര. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യമായി യാത്ര ചെയ്യാവുന്ന ജനകീയ പദ്ധതി. ഈ മാസം 15-ന് തുടക്കം കുറിച്ച പദ്ധതിയെ സ്ത്രീകൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് ഓർഡിനറി ബസ്സിലെ വനിതാ യാത്രികരുടെ എണ്ണത്തിൽ ലക്ഷങ്ങളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പദ്ധതിക്ക് കൂടുതൽ കരുതൽ സർക്കാർ നൽകുന്നതിന്റെ തെളിവായി ഇന്നത്തെ ബജറ്റ് മാറി. സൗജന്യ യാത്രാ പദ്ധതിക്കായി തന്റെ ആദ്യ ബജറ്റിൽ തന്നെ 600 കോടി രൂപയാണ് VD സതീശൻ മാറ്റിവെച്ചിരിക്കുന്നത്. സൗജന്യ യാത്രാ പദ്ധതിക്ക് പ്രതിവർഷം 800 കോടി രൂപ അധികമായി സർക്കാർ KSRTCക്ക് നൽകേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രതിമാസം 65 കോടി മുതൽ 70 കോടി വരെ. അതിനായാണ് ഇപ്പോൾ 600 കോടി മാറ്റിവെച്ചിരിക്കുന്നത്. നിലവിൽ പ്രതിവർഷം 1200 കോടിയോളം രൂപ ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാർ KSRTCക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും സൗജന്യ യാത്രാ പദ്ധതി പാതി വഴിയിൽ നിലയ്ക്കുമെന്ന് നിലവിളിച്ചവർക്കുള്ള ശക്തമായ മറുപടിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച 600 കോടി. പദ്ധതി പ്രഖ്യാപിച്ചതു മുതൽ അതിനെതിരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളാണ് CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം നടത്തുന്നത്. LDF ഉദ്ഘാടന ചടങ്ങ് തന്നെ ബഹിഷ്കരിച്ചു. BJP KSRTC ബസ്സുകൾ തടഞ്ഞായിരുന്നു പ്രതിഷേധിച്ചത്. എല്ലാ ബസ്സുകളിലും സൗജന്യം നൽകാത്തതായിരുന്നു BJPയുടെ പ്രശ്നം. മറ്റു പല ജനകീയ പ്രഖ്യാപനങ്ങളും ഇന്നത്തെ ബജറ്റിലുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വാഗ്ദാനമായ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ മാറ്റിവെച്ചു. റബ്ബറിന്റെ താങ്ങുവില 200-ൽ നിന്ന് 250 വർദ്ധിപ്പിച്ചത് റബ്ബർ കർഷകർക്ക് വലിയ ആശ്വാസമായി. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി ഉയർത്തി. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതിയും പ്രഖ്യാപിച്ചു. എൻഡോസൾഫാൻ ബാധിതരെ ഏറ്റെടുക്കുമെന്നും എല്ലാ സഹായവും നൽകുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. പട്ടികജാതി വിഭാഗത്തിന് 527 കോടിയും പട്ടികവർഗ വിഭാഗത്തിന് 152 കോടിയും ബജറ്റിൽ വകയിരുത്തി. ജെൻസി സ്റ്റാർട്ടപ്പുകൾക്കായി 50 കോടി, ക്ഷീരവികസനത്തിന് 102 കോടി, മിഷൻ സമുദ്രയ്ക്കായി 400 കോടി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ കോർത്തിണക്കി തെക്കൻ കേരള എക്കോണമി കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ വകയിരുത്തി. ഗ്രാമവികസനത്തിന് 2138 കോടി. തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ നടപ്പാക്കും. മനുഷ്യ-മൃഗ സംഘർഷം പരിഹരിക്കാൻ 192 കോടി. വ്യവസായ മേഖലയ്ക്ക് 1558 കോടി. ഗതാഗത മേഖലയ്ക്ക് 1578 കോടി. 2076 കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക്. ഇങ്ങനെയാണ് ആദ്യ ബജറ്റിൽ ധനമന്ത്രി VD സതീശന്റെ പ്രഖ്യാപനങ്ങൾ.